ഹലോ ഹൈലറോണിക് ആസിഡ് നമ്മുടെ ഫേസിലിടുമ്പോൾ സ്കിൻ നല്ല പ്ലംപി ആൻഡ് നല്ല ഹെൽത്തി ആൻഡ് വാട്ടറി ഒക്കെ ആയിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് ഹൈലറോണിക് ആസിഡ്? ഹൈലറോണിക് ആസിഡ് മുഖത്തിൻ്റെ മുഖം പൊള്ളിപ്പോവും. ഒരുപാട് ഡൗട്ട്സ് ഹൈലറോണിക് ആസിഡിനെ പറ്റി അറിയാത്ത നമുക്കൊക്കെ ഉണ്ടാവാം അല്ലേ? സ്വാഭാവികമാണ്. കാരണം പേരിൽ തന്നെ നമുക്കൊരു ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ ആ ആസിഡ് ഫേസിലിട്ടാൽ ഫേസിൻ്റെ അവസ്ഥ എന്താവും എന്നൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ട്സ് ഉണ്ടാവും. എന്നാൽ അതിനുള്ള ഒരു ആൻസർ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വാട്ട് ഈസ് ഹൈലറോണിക് ആസിഡ്, അതെങ്ങനെ നമ്മുടെ സ്കിന്നിൽ പ്രവർത്തിക്കുന്നു, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, അതിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സെയിം റിസൾട്ട് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഹൈലറോണിക് ആസിഡ് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ അതിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന സെയിം റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. അത് ഈ വീഡിയോയിൽ എൻഡിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ യൂസ്ഫുൾ ആകുന്ന വീഡിയോ ആണ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെയും എൻ്റെ ചാനലിനെയും കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻ്റ് ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ വൈകിക്കാണ്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ എന്താണ് ഹൈലറോണിക് ആസിഡ് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ ഹൈലറോണിക് ആസിഡ് നമ്മുടെ മുഖത്തിട്ട മുഖം പൊള്ളില്ല, മറ്റുള്ള ആസിഡിനെ പോലെ ഫേസ് പൊള്ളേ ബേണാവേ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട്സ് ഒന്നും നിങ്ങൾക്ക് ഇനി വേണ്ട കേട്ടോ. ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത് നാച്ചുറലി നമ്മുടെ ബോഡിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ആസിഡാണ്. ഇത് നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഈ ആസിഡ് നമ്മുടെ ബോഡിയിൽ കുറയുമ്പം നമ്മുടെ സ്കിൻ നല്ല ഡൾ ആൻഡ് ഡ്രൈ ആയിട്ടൊക്കെ മാറാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഒരു 30+ ആകുമ്പോൾ നമ്മുടെ സ്കിൻ സാഗി ആവാനും അതുപോലെ തന്നെ പ്രായമാകുന്നതിൻ്റെ ഓരോരോ സിംറ്റംസ് നമ്മുടെ ബോഡിയിൽ കണ്ടുവരുന്നതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത് നോർമലി നമ്മൾ HA സെറം അല്ലെങ്കിൽ HA എന്നൊക്കെ ഇതിനെ ഷോർട്ടായിട്ട് വിളിക്കും. ഇത് നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന വെള്ളത്തിനെ, അതായത് ബോഡിയിൽ വാട്ടർ കണ്ടൻറ്റ് നിലനിർത്താനും അതുപോലെ തന്നെ നമ്മൾ അന്തരീക്ഷത്തിൽ വരുന്ന ആ ഒരു വാട്ടറിനെ അബ്സോർബ് ചെയ്യാൻ, അതായത് വലിച്ചെടുക്കാനുള്ളൊരു പ്രത്യേക കഴിവുള്ളൊരു സംഭവമാണ് നമ്മുടെ ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്നത്. ഹൈലറോണിക് ആസിഡ് കേട്ടോ. നമ്മുടെ സ്കിന്നിൽ വാട്ടർ കണ്ടൻറ്റ് നിലനിർത്താൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആൻഡ് എന്താ പറയുക യൂത്ത്ഫുൾ ആയിട്ടൊക്കെ നിലനിർത്താനായിട്ട് ഈ ഹൈലറോണിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നു. ഇത് നമ്മുടെ ബോഡിയിൽ ഒരു ഹ്യൂമിറ്റൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതോടൊപ്പം ഈർപ്പത്തെ വലിച്ചെടുക്കുവാനും നിലനിർത്താനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏജന്റാണ്. ഇപ്പം നിങ്ങൾക്ക് ഒരുവിധം ക്ലാരിഫൈ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഹൈലറോണിക് ആസിഡ് എന്താണെന്നും ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഇപ്പം എന്താണ് ഹൈലറോണിക് ആസിഡ് എന്ന് ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വാട്ടർ കണ്ടന്റ് നിലനിർത്താനും വലിച്ചെടുക്കുവാനും നിലനിർത്താനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏജന്റാണ്. ഇനി ഇതെങ്ങനെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എൻവിറോൺമെന്റിലെ വാട്ടറിനെ വലിച്ചെടുക്കാനും നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുമാണ് പൊതുവെ നമ്മുടെ HA അല്ലെങ്കിൽ ഹൈലറോണിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. ഈ ഒരു HA സെറം നമ്മുടെ ബോഡിയിലുള്ള വാട്ടറിനെ പ്ലംപി ആയിട്ട്, അതായത് കട്ടിയിൽ ഒരു ജെല്ല് പോലെ ഫോം ചെയ്യിപ്പിക്കുകയും അതുപോലെ തന്നെ അത് നമ്മുടെ സ്കിന്നിൽ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് നോർമലി നമ്മൾ വെള്ളം ലൈക്ക് ഒരു ചിയാ സീഡ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ വെള്ളത്തിലോട്ട് കുറച്ച് ചിയാ സീഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ചിയാ സീഡിൽ എന്ത് സംഭവിക്കുന്നത്, ലൈക്ക് ഒരു വീർത്ത് കുറച്ച് അധികം നേരത്തേക്ക് അതിൻ്റെ ഒരു ജെല്ലി കൺസിസ്റ്റൻസിയിലോട്ട് മാറുകയാണ് അല്ലേ. എന്നാൽ വെള്ളമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് മാറും. ഫേസിൻ്റെ ഒരു സൈഡിൽ നമ്മൾ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്യുക, അതുപോലെ തന്നെ ഒരു സൈഡിൽ കുറച്ച് നമ്മുടെ ഈ എന്താ പറയുക ചിയാ സീഡ് സോക്ക് ചെയ്തും ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും കൂടുതൽ നേരത്തേക്ക് ഹൈഡ്രേഷൻ തരുന്നത്. ഡെഫിനറ്റ്ലി വാട്ടർ കുറച്ച് കഴിയുമ്പോൾ അബ്സോർബ് ആയി ഡ്രൈ ആവും. എന്നാൽ ഇതിൽ കുറച്ച് അധികം നേരം വാട്ടർ കണ്ടന്റ് നിലനിൽക്കുന്നതുകൊണ്ട് ഇവിടെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ടാവും അല്ലേ. അതുപോലെ തന്നെയാണ് ഹൈലറോണിക് ആസിഡ് നമ്മുടെ സ്കിന്നിലുള്ള വാട്ടറിനെ എന്താ പറയുക പ്ലംപി ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി കട്ടിയാക്കി നിലനിർത്തിയിട്ട് അത് കുറച്ചും കൂടി നേരത്തേക്ക് അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു കണ്ടന്റിനെ നിലനിർത്തി സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ എന്താ പറയുക ഹൈഡ്രേറ്റഡ് ആയിട്ട്, മെയിനായിട്ട് പറയുന്നത് ഹൈഡ്രേഷൻ എന്ന ഒരു പ്രോസസ്സാണ് ഹൈലറോണിക് ആസിഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്. ഇനിയിപ്പം ഈ ഹൈലറോണിക് ആസിഡ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്ന് ഇനിയിപ്പോൾ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം. ഡെഫിനറ്റ്ലി സ്കിൻ നല്ല ഡ്രൈ ആവും. സ്കിൻ ഡ്രൈ ആവുന്നത് വഴി നമ്മുടെ ഫേസിലായാലും ബോഡിയിലായാലും എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, സാഗിങ് അങ്ങനെ തുടങ്ങി നിരവധിയായിട്ടുള്ള ഏജിങ് സൈൻസ് കാണിക്കുകയും നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് പ്രായം, ഒരു 30 വയസ്സുള്ള ഒരാളാണെങ്കിൽ 40-45 വയസ്സിൻ്റെ ഒരു ഏജിങ് സൈൻ കണ്ടുവരാനും ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ 13+ ഏജ് ആവുമ്പം നമുക്ക് ഹൈലറോണിക് ആസിഡ് എടുക്കുന്നത് നല്ലതാണ്. ഹൈലറോണിക് ആസിഡ് നമുക്കിപ്പോൾ ഒരുപാട് കൈൻഡ് ഓഫ് സിറം ഫോർമുല അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മോയ്സ്ചറൈസർ, അതായത് ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ്, സൺസ്ക്രീൻ, പ്രൈമേഴ്സ്, ഒരുപാട് സ്കിൻ കെയർ അല്ലെങ്കിൽ മേക്കപ്പ് പ്രൊഡക്ട്സിലൊക്കെ ഹൈലറോണിക് ആസിഡ് അടങ്ങിയത് ഇന്നത്തെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളൊരു 13+ അല്ലെങ്കിൽ 26+ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഹൈലറോണിക് ആസിഡ് കണ്ടന്റുള്ള
പ്രൊഡക്ട്സ് വാങ്ങി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേക്കപ്പിലായിക്കോട്ടെ സ്കിൻ കെയറിലായിക്കോട്ടെ നമ്മുടെ ഈവൻ സ്കിൻ കെയറിൽ അല്ലെങ്കിൽ സ്കിൻ നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഈവൻ ഓയിലി സ്കിൻ ആണെങ്കിൽ കൂടി നമുക്ക് ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ സ്കിന്നിനെ എന്താ പറയുക പ്രായമാവുന്നതിൽ നിന്നും നിലനിർത്താനായിട്ട്, അതായത് ആൻറ്റി ഏജിങ്ങിന് ഒരു പരിധി വരെ നിലനിർത്താനായിട്ട് ഹൈലറോണിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്നിലെ ഹൈഡ്രേഷൻ നിലനിർത്താനും റിജുവിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ വരുന്ന ഫൈൻ ലൈൻസ്, അതുപോലെ തന്നെ സാഗിങ്, ഡൾനെസ്, റെഡ്നെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി ഒരു പരിധി വരെ ഒരു 85% വരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ കെയർ അല്ലെങ്കിൽ സ്കിൻ കെയർ റൊട്ടീനിൽ നമുക്ക് ഹൈലറോണിക് ആസിഡ് ഇൻക്ലൂഡ് ചെയ്യാം. ലൈക്ക് മോയ്സ്ചറൈസേഴ്സ്, സിറംസ് ഒക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന, അതായത് 30+ ആകുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ബോഡിയിൽ ഹൈലറോണിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയും. നാച്ചുറൽ ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഹൈലറോണിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളൊരു 30+ ഒക്കെ ആകുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി ഹൈലറോണിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു വരും. അതുകൊണ്ടാണ് നമ്മുടെ സ്കിന്നിൽ ഏജിങ് സൈൻസ് അല്ലെങ്കിൽ ഏജിങ് ഒക്കെ വരുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്കിൻ കെയർ റേഞ്ചിൽ ഹൈലറോണിക് ആസിഡ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഒരു ഡൗട്ടായിരിക്കും, ഇത് എങ്ങനെയാണ് നമ്മളുടെ സ്കിൻ കെയർ റേഞ്ചിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന്. ലൈക്ക് നമുക്കൊരു നല്ലൊരു സ്കിൻ കെയർ നമ്മൾ ആദ്യം തന്നെ സെലക്ട് ചെയ്യുക. അതായത് നല്ലൊരു ടോണർ യൂസ് ചെയ്യാം. അതായത് സ്റ്റാർട്ടിങ് തൊട്ട് പറയുകയാണെങ്കിൽ നല്ലൊരു ക്ലെൻസർ യൂസ് ചെയ്യുക. ക്ലെൻസറിൽ തന്നെ ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ക്ലെൻസേഴ്സ് അവൈലബിൾ ആണ്. നാച്ചുറൽ ആയിട്ടുള്ള ഏതെങ്കിലും, നാച്ചുറൽ എന്ന് പറയുന്നില്ല, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ക്ലെൻസർ വെച്ച് ക്ലെൻസ് ചെയ്തതിന് ശേഷം ടോണർ വേണമെന്നുണ്ടെങ്കിൽ ടോണറും കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു pH ലെവൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ടോണേഴ്സ് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്നിൽ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഫേസ് ക്ലെൻസ് ചെയ്തതിന് ശേഷം വരുന്ന പോൾസ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടാവും. ആ ഓപ്പൺ ആയിട്ടുള്ള പോൾസിനൊക്കെ ഒന്ന് ക്ലോസ് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ടോണേഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ടോണർ മാത്രമാണ് നമ്മുടെ പോൾസിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്കിൻ കെയർ റേഞ്ച് എന്ന് പറയുന്നത് കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഹൈലറോണിക് ആസിഡിൻ്റെ ഒരു സെറം യൂസ് ചെയ്യാം. ഹൈലറോണിക് ആസിഡ് ആണെങ്കിൽ ഒരുപാട് സെറംസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഏതെങ്കിലും ഹൈലറോണിക് ആസിഡ് വാങ്ങണം എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നല്ല ഹൈലറോണിക് ആസിഡ് സജസ്റ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു ഹൈലറോണിക് ആസിഡ് സെറം യൂസ് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. മോയ്സ്ചറൈസേഴ്സിലും ഹൈലറോണിക് ആസിഡ് വരുന്ന മോയ്സ്ചറൈസർ ഉണ്ട്. അതുപോലെ തന്നെ SPF സൺസ്ക്രീൻ യൂസ് ചെയ്യാം. സൺസ്ക്രീൻ നിർബന്ധമായിട്ടും സെറംസ് യൂസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യേണ്ട ഒന്നാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 8ൻ്റെ പണി കിട്ടും കേട്ടോ. അപ്പോൾ ഹൈലറോണിക് ആസിഡ് അടങ്ങിയ SPF മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് മാച്ച് ആവുന്ന, നിങ്ങളുടെ പ്രൈസ് റേഞ്ചിന് മാച്ച് ആവുന്ന സെറംസും പ്രൊഡക്ട്സും ഒക്കെ നോക്കിയിട്ട് നല്ലൊരു സ്കിൻ കെയർ റൂട്ടീൻ ഇന്ന് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കാരണം 13+ ഒക്കെ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സാഗിങ് വരാനും ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, റെഡ്നെസ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ ഇപ്പോഴേ തന്നെ നമ്മൾ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്കിന്നിൽ വലിയ ഏജിങ് സൈൻസ് ഒന്നും വരാണ്ട് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഈ ഹൈലറോണിക് ആസിഡ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു എക്സ്പെൻസീവ് റേഞ്ചാണ്, എന്നാൽ ഒരുപാടല്ല. എന്നാൽ ഇതിന് ഒരു ഓൾട്ടർനേറ്റീവ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ചീപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഇതേ സെയിം റിസൾട്ട് തരുന്ന എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒന്നാണ് ഗ്ലിസറിൻ. ഗ്ലിസറിനും ഹൈലറോണിക് ആസിഡും സെയിം റേഞ്ചാണ്, സെയിം റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ. അതായത് ഗ്ലിസറിൻ പ്ലസ് റോസ് വാട്ടർ പ്ലസ് ലെമൺ കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് റിഫ്രിജറേറ്ററിൽ കീപ്പ് ചെയ്യാവുന്നതാണ്. ഇത് നല്ല ഒരു എന്താ പറയുക, ഒരു ടോണറായിട്ടോ ഒക്കെ നമുക്ക് ഒരു സ്കിൻ കെയറിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്ന, ഒരു നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനിലൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒന്നാണ് ഈ ഒരു നമ്മുടെ ഗ്ലിസറിൻ അടങ്ങിയിട്ടുള്ളത്. ഇത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഹൈലറോണിക് ആസിഡ് എങ്ങനെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പക്ഷേങ്കിൽ ഇത് യൂസ് ചെയ്യുമ്പോൾ ഈ ഗ്ലിസറിൻ എന്ന് പറയുന്നത് ഇച്ചിരി പശപ്പ് പോലെയുള്ള സംഭവം ആയതുകൊണ്ട് തന്നെ നമ്മൾ റോസ് വാട്ടറും ലെമണും കൂടെ മിക്സ് ചെയ്യുമ്പോൾ അതൊരു നല്ലൊരു കൺസിസ്റ്റൻസിയിലോട്ട് മാറും. എന്നാലും നമ്മൾ റൂമിൽ AC ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഗ്ലിസറിൻ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്കിന്നിനെ ഡ്രൈ ആൻഡ് പാച്ചി ആക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ഹൈലറോണിക് ആസിഡ് തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ. എന്നാൽ AC ഒന്നും യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലിസറിൻ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഹൈലറോണിക് ആസിഡ് ഇട്ടതിന് ശേഷം നമുക്ക് അതിന് മേലെ മേക്കപ്പോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. എന്നാൽ ഗ്ലിസറിൻ ഇട്ട് കഴിഞ്ഞാൽ അതിന് മേലെ നമുക്ക് മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ രാത്രിയിൽ ഒരു നല്ലൊരു സ്കിൻ കെയർ റൂട്ടീൻ അല്ലെങ്കിൽ പകലൊരു നല്ലൊരു സ്കിൻ കെയർ റൂട്ടീൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഹൈലറോണിക് ആസിഡിന് പകരം ഗ്ലിസറിൻ യൂസ് ചെയ്യാം. ഡ്രൈ സ്കിന്നൊക്കെ ഭയങ്കര നല്ലതാണ് ഗ്ലിസറിൻ. എന്നാൽ കുറച്ച് ഇച്ചിരി സ്റ്റിക്കി ഫീലാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഹൈലറോണിക് ആസിഡ് ആയിരിക്കും എനിക്ക് കുറച്ചും കൂടി പേഴ്സണലി ഇഷ്ടം. എന്നാൽ നമുക്ക് പ്രൈസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ അതിന് പകരം യൂസ് ചെയ്യാവുന്ന ഒന്നാണ് നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലിസറിനും റോസ് വാട്ടറും ലെമണും കൂടിയ മിക്സർ കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ, ഒരു ടിപ്പും കൂടെ പറഞ്ഞുതരാം. ഈ ഒരു മിക്സിലോട്ട് നമ്മൾ പൊട്ടാറ്റോൻ്റെ ജ്യൂസും കൂടി സ്ക്വീസ് ചെയ്ത് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ
അറ്റ് എ ടൈമിൽ വരുന്ന നമ്മുടെ സ്കിന്നിൽ വരുന്ന ടാൻ ഈസിലി റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ടിപ്പാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഇന്ന് വെയിലത്തൊക്കെ പോയി നന്നായിട്ടൊന്ന് കരിവാളിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഗ്ലിസറിൻ, റോസ് വാട്ടർ, ലെമൺ പ്ലസ് പൊട്ടാറ്റോ ജ്യൂസും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുകയോ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഇന്നത്തെ ടാൻ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡെഫിനറ്റ്ലി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയി എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ, മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നല്ലൊരു ബ്രാൻഡ് ഹൈലറോണിക് ആസിഡ് സജസ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി റിപ്ലൈ തരുന്നതായിരിക്കും. നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. ചിൽ ദെൻ ടേക്ക് കെയർ, ബൈ.